ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂദാശകൾ എപ്പിസോഡ് നമ്പർ 2. ആരാണ് ഈ കൂദാശകൾ സ്ഥാപിച്ചത്? CCC 1210 ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ കൂദാശകൾ സ്ഥാപിച്ചു. അവ 7 എണ്ണമുണ്ട്. 1 മാമോദീസ, 2 സ്ഥൈര്യലേപനം, 3 കുർബാന, 4 കുമ്പസാരം, 5 രോഗിലേപനം, 6 തിരുപ്പട്ടം, 7 വിവാഹം എന്നിവയാണവ. ഈശോ തന്നെയാണ് സഭയിൽ ഈ കൂദാശകൾ സ്ഥാപിച്ചത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് തെന്ത്രോസ് സൂനകദോസാണ്. എന്തിനു വേണ്ടിയാണ് ഈശോ ഈ കൂദാശകൾ സ്ഥാപിച്ചത്? മനുഷ്യരായ നമ്മെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൂദാശകൾ സ്ഥാപിച്ചത്. ഓരോ കൂദാശയ്ക്കും ഓരോ ലക്ഷ്യമാണുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉദാഹരണമായി, ഒന്നാമത് മാമോദീസ. മാമോദീസ നമ്മെ ദൈവമക്കളാക്കി മാറ്റുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടം സഭയിലെ 7 കൂദാശകളാണ്. ക്രിസ്തുവിൻ്റെ കൃപാവരം വഴി മനുഷ്യർക്ക് ദൈവിക സ്വഭാവത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നു. എഫെസൂസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനം: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അതിന് സ്വാഭാവിക ജീവിതത്തിൻ്റെ ഉൽപ്പത്തി, വികാസം, പരിപോഷണം എന്നിവയോട് കുറേ സാദൃശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികൾ മാമോദീസായിലൂടെ പുതിയതായി ജനിക്കുന്നു. അതാണ് ഉൽപ്പത്തി. രണ്ടാമത്, സ്ഥൈര്യലേപനത്തിലൂടെ ശക്തരാക്കപ്പെടുന്നു. അതിനെയാണ് വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്, കുർബാനയിൽ ശാശ്വത ജീവൻ്റെ ഭക്ഷണം സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനെ പരിപോഷണം എന്ന് പറയാം. അങ്ങനെ ക്രൈസ്തവ പ്രാരംഭത്തിൻ്റെ ഈ കൂദാശകൾ കൊണ്ട് അവർ ദൈവിക ജീവൻ്റെ നിക്ഷേപങ്ങളെ വർദ്ധമാനമായ തോതിൽ സ്വീകരിക്കുകയും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മുന്നേറുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാണ് ഇന്നും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ശക്തി കേന്ദ്രം. അതായത് സഭയെ പരിപാലിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. 1 മാമോദീസായിൽ ജന്മപാപം നീക്കുന്നതും, രണ്ടാമതായി സ്ഥൈര്യലേപനത്തിൽ സ്ഥൈര്യം അഥവാ ഉറപ്പ് നൽകുന്നതും, 3 വിശുദ്ധ കുർബാനയിൽ അപ്പത്തെയും വീഞ്ഞിനെയും മിശിഹായുടെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുന്നതും, 4 കുമ്പസാരത്തിൽ പാപങ്ങൾ മോചിക്കുന്നതും, 5-മതായിട്ട് രോഗിലേപനത്തിൽ ആത്മാവിനെയും ശരീരത്തെയും സുഖപ്പെടുത്തുന്നതും, 6-മത് തിരുപ്പട്ടത്തിലും 7-മത് വിവാഹത്തിലും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിന് ശക്തി പകരുന്നതും ആരാണ്? പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. 2-ാം വത്തിക്കാൻ സൂനകദോസിലാണ് അന്ത്യകൂദാശ എന്ന് പേര് മാറ്റി
രോഗിലേപനം എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സീറോ മലബാർ ക്രമപ്രകാരവും ലത്തീൻ ക്രമപ്രകാരവും വിവാഹത്തിൻ്റെ കാർമ്മികൻ ദമ്പതികളാണ്. വൈദികൻ ദമ്പതികൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടാതെ വിവാഹം ശരിയായ സാഹചര്യത്തിൽ നടന്നുവെന്നും വാഗ്ദാനം സമഗ്രവും പരസ്യമായി നടത്തിയതാണെന്നും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് യൂക്കാറ്റ് 261 ഖണ്ഡികയിൽ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കരിസ്മാറ്റിക് മുന്നേറ്റത്തിലൂടെ ഈ ഒരു അവബോധം പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഏറെ സഹായകമായിട്ടുണ്ട്. കൂദാശകളുടെ പരികർമ്മം ആരുടെയും വ്യക്തിപരമായ ശുശ്രൂഷയോ രഹസ്യ ആചാരമോ അല്ല, മറിച്ച് സമൂഹത്തിൻ്റെ പൊതു ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. കൂദാശകളിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും തിരിച്ചറിയുക അവയിൽ ഫലപ്രദമായി പങ്കെടുക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. കൂദാശകളിൽ അടയാളങ്ങളും പ്രതീകങ്ങളുമുണ്ട്. രണ്ടും തമ്മിൽ സാമ്യവും അടുപ്പവും ഉണ്ടെങ്കിലും വ്യത്യാസവുമുണ്ട്. പൊതുവെ പറഞ്ഞാൽ അടയാളം ഒരു ചൂണ്ടുപലകയാണ്, മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മാധ്യമം. ഉദാഹരണമായിട്ട് ഒരു സ്ഥാപനത്തിലേക്കുള്ള ദൂരം കുറിച്ചിരിക്കുന്ന കൈച്ചൂണ്ടി അഥവാ ആരോ മാർക്ക് എന്ന് പറയാം. എന്നാൽ പ്രതീകം അടയാളമാണെന്ന് മാത്രമല്ല, അത് ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക കൂടി ചെയ്യുന്നു എന്നതാണ്. വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും ഇതിന് ഉദാഹരണമാണ്. അപ്പവും വീഞ്ഞും എന്ന അടയാളങ്ങൾ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന പ്രതീകത്തിൻ്റെ യാഥാർത്ഥ്യവും ഉൾക്കൊള്ളുന്നു എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. അദൃശ്യമായ യാഥാർത്ഥ്യം എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ് അടയാളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന അടയാളം അധികം വിശദീകരണം ഇല്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടയാളങ്ങളെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് സ്വാഭാവിക അടയാളങ്ങൾ, മറ്റൊന്ന് വ്യവസ്ഥാപിത അടയാളങ്ങൾ. ലോകത്തിൽ ആർക്കും എവിടെയും തിരിച്ചറിയാൻ സാധിക്കുന്നവയാണ് സ്വാഭാവിക അടയാളങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പുക തീയുടെ അടയാളമാണ്. ഈ അടയാളം ആർക്കും മാറ്റിമറിക്കാനാവില്ല. ലോകത്തിൽ എവിടെ ചെന്നാലും, അമേരിക്കയിലോ ഇന്ത്യയിലോ ജപ്പാനിലോ എവിടെയാണെങ്കിലും പുക കാണുന്നുണ്ടെങ്കിൽ അവിടെ തീയുണ്ട് എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വ്യവസ്ഥാപിത അടയാളങ്ങൾ ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നവയാണ്. ഉദാഹരണത്തിന് ഭാരതത്തിൻ്റെ ദേശീയ പതാകയായ ത്രിവർണ്ണക്കൊടി തക്ക കാരണമുണ്ടെങ്കിൽ വ്യവസ്ഥാപിത അടയാളങ്ങൾ മാറ്റാവുന്നതാണ്. കൂദാശകളിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങൾ വ്യവസ്ഥാപിത അടയാളങ്ങളാണ്. അതുകൊണ്ട് തത്വത്തിൽ അവ മാറ്റത്തിന് വിധേയമാണ്. ഉദാഹരണമായിട്ട് ലോകത്തിൽ ഒരിടത്തും ഗോതമ്പോ മുന്തിരിയോ ലഭ്യമല്ലാതെ വന്നാൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പവും പാനീയവുമായി മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരുമല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശു തന്നെയാണോ ഈ 7 കൂദാശകളും സ്ഥാപിച്ചത്? അഥവാ ഈ 7 കൂദാശകൾക്കുള്ള ബൈബിൾ സാക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. 1 കൊരിന്തോസ് 12 തിരുവചനം. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്തോസ് 12 തിരുവചനം. നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ
ജ്ഞാനസ്നാനമേറ്റു. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു ശരീരവും ഒരു ആത്മാവുമാണ് ഉള്ളത്. ഈ ശരീരം യേശുവിൻ്റെതാണ്. ഈ ശരീരത്തിലെ വിവിധങ്ങളായ അവയവങ്ങളാണ് സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. അവിടെ യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ആ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു എന്നർത്ഥം. ശരീര അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് ശിരസിൻ്റെ നിർദ്ദേശാനുസരണം ആണ്. ശിരസ്സായ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും രക്ഷാകരമായ 7 വിശുദ്ധീകരണ പ്രക്രിയകളിലേക്ക് ആണ് വിരൽ ചൂണ്ടുന്നതെന്ന ബോധ്യമാണ് 7 കൂദാശകളാണ് അവിടുന്ന് സ്ഥാപിച്ചത് എന്ന അറിവിലേക്ക് സഭയെ നയിക്കുന്നത്. അതേതൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. പ്രൈസ് ദി ലോർഡ്.